കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏകദേശം 2000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്ക് നൽകിയ ഒരു പഞ്ചായത്താണ്. ഇവിടുത്തെ ബൂത്തുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 21 ബൂത്തിൽ 17 ബൂത്തുകളും ലീഡ് ചെയ്ത ഒരു പാർട്ടിയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി വലപ്പാട് പഞ്ചായത്തിൽ. അതിനുള്ള പ്രവർത്തകരും അതിനുള്ളൊരു സംവിധാനവും ഇന്ന് പാർട്ടിക്ക് വലപ്പാട് പഞ്ചായത്തിലുണ്ട്. 5 വർഷമായിട്ട്. പക്ഷെ അതിൽ നിന്നും ജനങ്ങളൊക്കെ ഒരുപാട് പഠിച്ചു. ജനങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ, അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ജനങ്ങൾക്കുണ്ടായിരുന്ന മാറ്റം. പിന്നെ ഒരിക്കലും ഞങ്ങളൊരു പാർലമെൻറ്റ് സീറ്റോ ഒരു നിയമസഭയിലേക്കോ എത്തിപ്പെടുന്നു വിചാരിച്ചതല്ല. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനം അത്ര അച്ചടക്കത്തോടു കൂടി പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് സുരേഷ് ഗോപി ഇന്ന് പാർലമെൻറ്റിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. നമസ്കാരം. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് ഏകദേശം 2000-ഓളം വോട്ടുകൾക്ക് ലീഡ് ചെയ്ത ഒരു തീരദേശ പഞ്ചായത്താണ് വലപ്പാട് പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ ഇത്തവണ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആദ്യമായിട്ട് ഒരു അധികാരം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ ശക്തിദുർഗമായിരുന്ന ഈ ഒരു പഞ്ചായത്ത് കഴിഞ്ഞ 25 വർഷമായിട്ട് CPM ഭരിക്കുന്നതാണ്. ഇവിടെ ഒരു മാറ്റത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ BJPയുടെ നേതൃത്വം. ഈ സമയത്ത് BJPയുടെ ഇവിടുത്തെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷൈൻ ജി നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ഈ പഞ്ചായത്ത് BJPക്ക് ഭരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രചരണം മൊത്തത്തിലുണ്ട്. അത് നടപ്പിലാക്കാൻ സാധിക്കുമോ നിങ്ങളെ കൊണ്ട്? തീർച്ചയായിട്ടും 100% BJPക്ക് ഭരിക്കാൻ സാധ്യതയുള്ളൊരു പഞ്ചായത്താണ്. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏകദേശം 2000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്ക് നൽകിയ ഒരു പഞ്ചായത്താണ്. ഇവിടുത്തെ ബൂത്തുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 21 ബൂത്തിൽ 17 ബൂത്തുകളും ലീഡ് ചെയ്ത ഒരു പാർട്ടിയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി വലപ്പാട് പഞ്ചായത്തിൽ. അതിനുള്ള പ്രവർത്തകരും അതിനുള്ളൊരു സംവിധാനവും ഇന്ന് പാർട്ടിക്ക് വലപ്പാട് പഞ്ചായത്തിലുണ്ട്. പിന്നെ LDFന്റെ കഴിഞ്ഞൊരു 2.5 പതിറ്റാണ്ടോളം ആയിട്ട് തുടരുന്ന ഭരണത്തിൻ്റെ അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതിനെല്ലാം മുതലെടുത്തുകൊണ്ട് ഇവിടെ ഭരണത്തിൽ വരാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള ഒരുപാട് വ്യക്തിബന്ധങ്ങളും അതോടൊപ്പം തന്നെ അവർ പല ആളുകൾക്കും ഈ സഹകരണ ബാങ്കുകളടക്കമുള്ള സംവിധാനങ്ങളിൽ നിന്ന് ലോൺ എടുത്ത് കൊടുത്തിരിക്കുന്നത്, അത് തിരിച്ചടക്കാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന പല ആളുകൾ, ജപ്തി ഭീഷണിയുള്ള ആളുകളുണ്ട്. അവരെല്ലാം ഇത് ജപ്തി എന്നുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുക, അതൊരു പ്രത്യേക ഒരു ലെവലിൽ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ വ്യക്തികൾ പെട്ടെന്ന് CPM മറന്നുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പ്രതിസന്ധിയുള്ള ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും CPMന്റെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് തന്നെ അങ്ങനെയാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് CPM പാർട്ടി പരിപാടികളിലേക്ക് ആളെ കൂട്ടുന്നത് തന്നെ ഇവർ പറയുന്ന കുടുംബശ്രീയെ അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടയിൽ യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം പോലും. അതായത് ദൈനംദിനമായിട്ട് അല്ലെങ്കിൽ അവർ നടത്തുന്ന പാർട്ടി പരിപാടികളിൽ പോലും ഇന്ന് അണികളെ കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പാർട്ടി പ്രവർത്തനം പോലും നടത്തുന്നത്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ പിണക്കി കഴിഞ്ഞാൽ തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ മറ്റ് പല മേഖലകളിലും നിങ്ങളെ അവഗണിക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇപ്പോൾ പഴയ പോലെ പേടിയൊന്നുമില്ല. ജനങ്ങൾ ഇതിനെയൊക്കെ തുറന്ന് എതിർക്കാൻ തയ്യാറാണ്. ഇപ്പോൾ വലപ്പാട് പഞ്ചായത്തിൽ നിന്ന് പഴയകാല CPMന്റെ പല ആളുകളും ഈ പറയുന്ന ചട്ടക്കൂടുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഭേദിച്ചുകൊണ്ട് ഇന്ന് പാർട്ടിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി കടന്നു വരുന്ന ഒരു കാഴ്ചയാണ്. അപ്പം അത് എല്ലാം ഇത്തവണ ഈ പറയുന്ന CPMന്റെ ഈ ഗിമ്മുക്കുകളൊന്നും അവരെ രക്ഷിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസിത കേരളം, അപ്പം അതുപോലെ തന്നെ ഒരു വികസിത പഞ്ചായത്ത്, ഒട്ടേറെ വികസന പ്രശ്നങ്ങൾ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലുണ്ട്. ജനങ്ങൾ നേരിടുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയമാണ് കുടിവെള്ളം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് കുടിവെള്ളം. ഈ കുടിവെള്ളം പോലും മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. 2018 കരുവന്നൂർ പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അന്തിക്കാട് പഞ്ചായത്തിൽ ജലസംഭരണി നിർമ്മിച്ച് തീരദേശത്തുള്ള വലപ്പാടടക്കമുള്ള 8-9 പഞ്ചായത്തുകളിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി 2018 കിഫ്ബി പ്രഖ്യാപിച്ച പദ്ധതിയാണ്. അതായത് ജൽജീവൻ മിഷൻ പദ്ധതി വരുന്നതിന് മുൻപ് ജൽജീവൻ മിഷന്റെ കീഴിൽ ഈ പറയുന്ന പോലെ ജലസംഭരണികൾ നിർമ്മിക്കാനും പൈപ്പ് ലൈൻ മാറ്റാനൊക്കെ ഉള്ള സ്കീമുകളുണ്ട്. പക്ഷേ ഈ കിഫ്ബിയുടെ പദ്ധതി നാട്ടിക മണ്ഡലത്തിൽ ഇത് പ്രഖ്യാപിച്ചത് കൊണ്ട് ജൽജീവൻ മിഷന്റെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഓൾറെഡി ഒരു പദ്ധതിക്ക് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിക്കിടക്കാണ്. ആ പദ്ധതി അന്ന് പ്രളയം അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺട്രാക്ടർ അത് ചെയ്യാൻ വൈകി. പിന്നീട് അത് നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് പോയി. അതിൽ
അതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് കോടതി വിധി വന്നതിന് ശേഷം ഇപ്പോൾ 3 വർഷം തികയാൻ പോവാം. ഇപ്പം നാട്ടികയുടെ MLA-ക്കോ അല്ലെങ്കിൽ വലപ്പാട് തളിക്കുളം നാട്ടിക ഈ പഞ്ചായത്തുകളൊക്കെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, LDF ആണ്. ഇവർക്ക് ഈ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടുള്ള കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ആ പദ്ധതി നടപ്പിലാക്കാനോ അത് റീടെൻഡർ ചെയ്യിക്കാനോ അല്ലെങ്കിൽ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ല. ഇപ്പം നിങ്ങൾ വലപ്പാട് പഞ്ചായത്തിൽ തന്നെ ഏകദേശം 3000-ഓളം ആളുകൾക്ക് 3000-ലധികം ഹൗസ് കണക്ഷനുകൾ ഇനിയും ജൽജീവൻ മിഷൻ്റെ കീഴിൽ കൊടുക്കാൻ ബാക്കിയാണ്. കാരണം ജൽജീവൻ മിഷൻ്റെ പ്രവർത്തനം ഏറ്റവും അവസാനമായിട്ട് നടക്കുന്ന പഞ്ചായത്താണ്. ഇപ്പോഴും പലർക്കും ഗാർഹിക കണക്ഷൻ കൊടുക്കുന്നില്ല. 1.5 വർഷത്തോളമായിട്ട് ഗാർഹിക കണക്ഷൻ കൊടുത്ത ആളുകൾക്ക്, അതായത് വീട്ടിൽ ടാപ്പുണ്ട്, ടാപ്പിൻ്റെ മീറ്ററും ഉണ്ട്, പക്ഷെ വെള്ളം വരുന്നില്ല. അതായത് HTC കണക്ഷൻ എന്നാണ് ഇവർ പറയുന്നത്. 1.5 വർഷമായിട്ട് ജൽജീവൻ മിഷൻ്റെ പേരിൽ കൊടുത്ത ഈ പറയുന്ന ടാപ്പുകൾ ശുദ്ധജല ടാപ്പുകൾ അവരുടെ വീടുകളിൽ നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കണക്ഷൻ കൊടുത്ത വീടുകളിൽ വെള്ളം എത്തിക്കാനോ പുതുതായിട്ട് കണക്ഷനുള്ള ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് കണക്ഷൻ കൊടുക്കാനോ പോലും സാധിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുടിവെള്ളത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പിന്നെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ വള്ളങ്ങൾ, അതായത് 40-50 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വലിയ വള്ളങ്ങളുള്ള ഒരു പഞ്ചായത്താണ് ഇവിടെ കൊടിയമ്പുഴ ദേവസ്വം എന്ന് പറയുന്ന വലപ്പാട് ഒരു ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ ചേറ്റുവേലും വഴിക്കൂടൊക്കെ പോയിട്ട് മീൻ പിടിക്കുന്നത് ഇവിടത്തെയാണ്. പക്ഷേ ഈ പഞ്ചായത്തിൽ സ്വന്തമായിട്ടൊരു മത്സ്യഭവനില്ല. അതായത് അവരുടെ ഈ പറയുന്ന നമ്മുടെ ക്ഷേമനിധി അടയ്ക്കാനും അല്ലെങ്കിൽ അവരുടെ ദൈനംദിനമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെല്ലാനും വേണ്ടിയിട്ടുള്ളൊരു മത്സ്യഭവൻ ഓഫീസ് ഈ ഒരു തീരദേശ പഞ്ചായത്തിലില്ല. മത്സ്യഭവന് ഓഫീസ് നിർമ്മിക്കാനെന്ന പേരിൽ എൻ്റെ വാർഡിൽ ഒരു സ്ഥലം ഒരാൾ 10-20 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി കൊടുത്തിട്ട് ആ സ്ഥലം ഇപ്പോഴും പഞ്ചായത്തിൻ്റെ കയ്യിൽ ആ സ്ഥലം കിടക്കുന്നുണ്ട്. ഒരു 5 സെൻറ്റ് സ്ഥലം കിടക്കുന്നുണ്ട്. പക്ഷേ അവിടേക്കൊരു മത്സ്യഭവൻ നിർമ്മിക്കാനോ അതിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കാനോ പോലും ഇവർ ശ്രമിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ BJP ഉയർത്തിക്കൊണ്ടുവരും. ഈ പ്രശ്നങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കറിയുന്ന, ജനങ്ങൾ നേരിടുന്ന അവരുടെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം എന്ന രീതിയിൽ ഒരു വികസിത പഞ്ചായത്ത് എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും വലപ്പാട് പഞ്ചായത്തിന്റെ ഭരണത്തിൽ BJP എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? സൗമ്യൻ. ചേട്ടാ, ഇപ്പോൾ ഈ വലപ്പാട് പഞ്ചായത്തിൽ ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്ക് എത്രത്തോളം സാധ്യതകളുണ്ട്? BJPക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് പിടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞങ്ങളുടെ അജണ്ട തന്നെ വികസിത പഞ്ചായത്ത്, വികസിത കേരളം, വികസിത ഇന്ത്യ, ആ ഒരു അജണ്ട വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും 25 വർഷമായിട്ട് ഇവിടെ ഇടതുപക്ഷമാണ് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് ബോധ്യപ്പെട്ടു. ഇനി ഇവർ അത്രയും പരാജയമാണ് എല്ലാ കാര്യത്തിലും. അത് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വലപ്പാട് പഞ്ചായത്തിലുണ്ടായിരുന്നു. സുരേഷ് ഗോപിക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു. തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഇപ്പോൾ കയറിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ തീരദേശത്തെ സംബന്ധിച്ചാണെങ്കിൽ വലിയൊരു ടൂറിസം മേഖലയായിട്ട് സാധ്യതയുള്ളൊരു സ്ഥലമാണ് കഴിമ്പ്രം ബീച്ച്. അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് സുരേഷ് ഗോപിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് വേണ്ടത് പഞ്ചായത്തിൻ്റെയും സപ്പോർട്ടും കേരള സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടാണ്. അതൊന്നും ഞങ്ങൾക്കിവിടെ കിട്ടുന്നില്ല യാതൊരു തരത്തിലും. വലിയൊരു പ്രൊജക്റ്റ് തന്നെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബീച്ചിൻ്റെ ഒരു വികസനത്തിന് വേണ്ടി, ടൂറിസം വികസനത്തിന് വേണ്ടി. അപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പഞ്ചായത്ത് പിടിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ CPM എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചത് അവരുടെ ഒരു സ്വാധീനം അത് പലപ്പോഴും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമാകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് ഇത്തവണ എങ്ങനെയായിരിക്കും? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു സ്വാധീനം ഉള്ള മേഖല തന്നെയാണ് കഴിഞ്ഞ 25 വർഷമായിട്ട്. പക്ഷേ അതിൽ നിന്നും ജനങ്ങളൊക്കെ ഒരുപാട് പഠിച്ചു. ജനങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ജനങ്ങൾക്കുണ്ടായിരുന്ന മാറ്റം. പിന്നെ ഒരിക്കലും ഞങ്ങളൊരു പാർലമെൻറ്റ് സീറ്റോ ഒരു നിയമസഭയിലേക്കോ എത്തിപ്പെടുന്നു വിചാരിച്ചതല്ല. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനം അത്ര അച്ചടക്കത്തോടുകൂടി പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് സുരേഷ് ഗോപി ഇന്ന് പാർലമെൻറ്റിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കും പഞ്ചായത്തിലും നിയമസഭയിലും. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം? ഞങ്ങൾക്ക് കോൺഗ്രസ് പഞ്ചായത്തിൽ ഈ പിക്ചറിലുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡിലോ ഈ വലപ്പാട് പഞ്ചായത്തിലോ കോൺഗ്രസ് ഒരു പിക്ചറിൽ ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഏതൊരു സ്ഥലത്തും ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ CPM കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇടതുപക്ഷം കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. വോട്ടിൻ്റെ ഇതിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലായാലും ഏത് ഇലക്ഷനിലായാലും ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങൾക്കറിയാമല്ലോ കാര്യങ്ങൾ. എല്ലാ ഒരുവിധ 11-12 സ്ഥലത്തും ഞങ്ങൾ തന്നെയാണ് 2ാമത് ആയിട്ട് നിൽക്കുന്നത്. കോൺഗ്രസ് ആ പിക്ചറിലൊന്നുമില്ല.